നമ്മുടെ വ്യക്തിത്വത്തെ ഇന്ന് നമ്മളാക്കി നിലനിർത്തുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മറ്റുള്ളവർക്കല്ല, ആർക്കാണ്? ഈശ്വരനാണ്. അതുകൊണ്ട് പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ ശ്രദ്ധിക്കേ, നാം ബന്ധമുണ്ടാക്കേണ്ടത് ഭഗവാനോടും, നാം അസോസിയേറ്റ് ചെയ്യേണ്ടത്, ഇടപഴകി ജീവിക്കേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടത് ലോകത്തോടുമായിരിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധമോ അസൂയയോ വിദ്വേഷമോ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ ജീവിതം എന്ന് പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ തെറ്റായി ജീവിച്ച്, ഭർത്താവാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഭാര്യയാണ് എൻ്റെ ജീവിതം, ഭാര്യയെ ഒട്ടിപ്പിടിച്ച് ഭർത്താവിനെ ഒട്ടിപ്പിടിച്ച് കുറെ കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ ഇന്ന് നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും, പോയി കഴിഞ്ഞു. എന്നാൽ വാസ്തവത്തിൽ നമുക്ക് അങ്ങനെ ഒരാളോട് അറ്റാച്ച്മെന്റ് ഇല്ല, അത് വേറെ കാര്യം. നമ്മുടെ മനസ്സിനെ പോലെ ഇത്ര ക്രുക്കഡായിട്ടുള്ള മനസ്സ് ലോകത്തിലുണ്ടാവില്ല. ആരോടെങ്കിലും ഇത്തിരി സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഒരാൾ സ്നേഹം തന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കാലം മാറി. നമ്മുടെയൊക്കെ ജീവിതം നോക്കൂ നിങ്ങൾ. കുട്ടിക്കാലത്ത് നമുക്ക് അമ്മയോടായിരുന്നു കൂടുതൽ അറ്റാച്ച്മെന്റ്. കുറച്ച് വളർന്ന് വലുതായപ്പോൾ പൈസ കിട്ടണം, അത് അമ്മയ്ക്ക് തരാൻ പറ്റില്ല. അന്നൊന്നും അമ്മമാരൊന്നും ജോലിക്കാരല്ല, അപ്പൊ ആരോടുണ്ടാക്കും? അച്ഛനോട് അറ്റാച്ച്മെന്റ്. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളോട്, അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലിയോട്, അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയോട്, അത് കഴിഞ്ഞാൽ മക്കളായി കഴിഞ്ഞാൽ മക്കളോട്. ആദ്യം ഒന്നാമത്തതിനോടുണ്ടാക്കും, പിന്നെ രണ്ടാമത്തെ വന്നാൽ അതിനോടുണ്ടാക്കും, മൂന്നാമത്തത് വന്നാൽ അതിനോടുണ്ടാക്കും. അപ്പോഴേക്കും മൂത്തതിന് പരാതി, എനിക്ക് വേണ്ടത്രയൊന്നും സ്നേഹം കിട്ടുന്നില്ല എന്ന്. നമ്മളാണെങ്കിൽ അപ്പോഴേക്കും കാലുമാറി വന്നിട്ടുണ്ടാവും. അവസാനം ഇവരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരോട്? എനിക്ക് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഓർമ്മ വരെ ഈ വളഞ്ഞ കാലുള്ള കുടയുണ്ടല്ലോ, അതുപോലെയാണ്. പണ്ടത്തെ കാരണവന്മാർ ഉപയോഗിക്കുന്ന ഒരു കുടയുണ്ട്. അപ്പൊ അവര് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് ഈ വളയിൽ തൂക്കിയിടും. ഇന്നത്തെ ആളുകൾക്ക് വള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിടുന്ന വളയായിരിക്കും. പഴയ വീടിന്റെ അതിൽ തൂക്കിയിടും. എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അവർ തോളിൽ തൂക്കിയിടും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. എവിടെയെങ്കിലും അതിനൊന്ന് തൂങ്ങണം. ഈ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഈ കുട എവിടെ തൂങ്ങും? അപ്പൊ പിന്നെ ആന്റിയും അങ്കിളും ഒരുമിച്ചായി. അങ്കിള് പറയും എന്റെ തൂങ്ങണ്ട, കാരണം എപ്പോഴാ പോവുകയെന്നറിയില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയല്ലോ, നാം ആരുടെയും മേല് തൂങ്ങാനല്ല വന്നിരിക്കുന്നത്. നാം വന്നിരിക്കുന്നത്, ഒരു വശത്ത് നാം അറ്റാച്ച്മെന്റ് ഉണ്ടാക്കേണ്ടത് ഭഗവാനോടും, വേറൊരു വശത്ത് നാം അസോസിയേഷൻ ഉണ്ടാക്കേണ്ടത് ലോകത്തോട്. ഇങ്ങനെ ജീവിക്കുന്നതിനെയാണ് യജ്ഞജീവിതം. ഇതിനെ പറയും മനസ്സ് നമ്മൾ കൂടുതൽ സമർപ്പിക്കേണ്ടത് ഈശ്വരനും, എന്നാൽ മറ്റുള്ളവരോട് നമ്മൾ ഷെയറിങ്ങും കെയറിങ്ങും ചെയ്തു കഴിഞ്ഞാൽ യജ്ഞമായി. ഞാൻ പറഞ്ഞു, യജ്ഞത്തിൽ 3 ഭാഗങ്ങൾ